വേനൽക്കാലത്ത് പോലും പുതച്ചുമൂടി ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൂളർ ലഭിക്കുമോ? തീർച്ചയായും കിട്ടും. നിങ്ങൾക്ക് പുതച്ചുമൂടി കിടക്കാം. അത്തരത്തിൽ 2 കൂളറുകൾ ഞാൻ പരിചയപ്പെടുത്താം. ക്രോംപ്ടൺ ഒപ്റ്റിമസ് 100 ലിറ്റർ, ബജാജ് ഡ്യൂറാമറൈൻ 90 ലിറ്റർ. ഇവ രണ്ടും ഏറ്റവും മികച്ച എയർ കൂളറുകളാണ്. എന്നാൽ ഇവയിൽ ഏതാണ് ഏറ്റവും മികച്ചത്? ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ 2 കൂളറുകളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ നിങ്ങൾക്കൊരു അബദ്ധവും പറ്റില്ല. രണ്ടും മികച്ച കൂളറുകളാണ്. രണ്ടിലും പവർ ഫാനാണ് വരുന്നത്. അവയുടെ മോട്ടോറിന്റെ പവർ 220 വാട്ട്സ് ആണ്. രണ്ടിന്റെയും എയർ ഫ്ലോ കൃത്യമായി പറഞ്ഞാൽ തുല്യമാണ്. മണിക്കൂറിൽ 5500 മുതൽ 5600 ക്യൂബിക് മീറ്ററിന് തുല്യമാണിത്. ഇത് നിങ്ങൾക്ക് വളരെ മികച്ച എയർ ത്രോ നൽകും. മുറിയുടെ ഏത് കോണിൽ ഇരുന്നാലും നിങ്ങൾക്ക് നല്ല തണുത്ത കാറ്റ് കിട്ടും. ഇത് രണ്ടിലും നല്ല ക്വാളിറ്റിയുള്ള ഹണികോം പാഡ്സ് ഉണ്ട്. ഇതിന്റെ തിക്നെസ് കാരണം വെള്ളം ഇതിൽ നിന്ന് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് നല്ല തണുത്ത കാറ്റ് വരുന്നത്. അതും വളരെ ലോങ് ടൈം. ഈ ഹണികോം പാഡുകൾ ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്കവ മാറ്റിസ്ഥാപിക്കേണ്ടി വരില്ല. 2 കൂളറുകൾക്കുള്ളിലും നിങ്ങൾക്ക് 4 ദിശകളിലേക്കും എയർ ഡിഫ്ലക്ഷൻ കാണാം. അതായത് വെർട്ടിക്കൽ ലൂവേഴ്സ് ഓട്ടോമാറ്റിക്കലി കറങ്ങും. എന്നിരുന്നാലും ഹൊറിസോണ്ടൽ ലൂവേഴ്സ് ഒരിക്കൽ സെറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതാർക്കും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. 2 കൂളറുകളിലുമുള്ള പമ്പിന്റെ ക്വാളിറ്റിയും മികച്ചതാണ്. പമ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലരുടെയും സംശയമാണ് ഈ മോട്ടോർ വൈൻഡിംഗ് കോപ്പർ കൊണ്ടാണോ അലുമിനിയം കൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നതെന്ന്. എന്നാൽ 2025-ൽ എല്ലാം അലുമിനിയം വൈൻഡിംഗ് കൂളറുകളാണ്. പക്ഷെ ബിൽഡ് ക്വാളിറ്റിയും നിങ്ങളുടെ മുറി തണുപ്പിക്കാനുള്ള അതിന്റെ കപ്പാസിറ്റിയും കാരണം ഇതെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ 2 കൂളറുകളുടെയും ഉള്ളിൽ നിങ്ങൾക്കൊരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ കാണാം. വെള്ളം ഒഴുകിപ്പോകുന്നതിനും ഓവർഫ്ലോ ചെയ്യുന്നതിനും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. കൂടാതെ ഒരു ഐസ് ചേമ്പറും ലഭിക്കും. അങ്ങനെ നോക്കിയാൽ ഈ എല്ലാ ഫീച്ചേഴ്സുകളും ബജാജ് ഡ്യൂറാമറൈനിലും ക്രോംപ്ടൺ ഒപ്റ്റിമസിലും കോമൺ ആണ്. പക്ഷെ 2 എക്സ്ട്രാ ഫീച്ചേഴ്സ് ക്രോംപ്ടൺ കൂളറിനുള്ളിൽ കൂടുതൽ മികച്ചതാണ്. ഓട്ടോഫിൽ ടെക്നോളജിയും ഓട്ടോ ഡ്രെയിൻ ടെക്നോളജിയും. ഈ 2 സാങ്കേതിക വിദ്യകളും വളരെയധികം പ്രയോജനപ്പെടുന്നവയാണ്. ഓട്ടോഫിൽ നിങ്ങൾക്ക് ആവേശം പകരുന്ന ഒന്ന് തന്നെയാണ്. രാത്രിയിൽ കൂളറിന്റെ അകത്ത് വെള്ളം തീരുമോ എന്ന ഭയം എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷെ ക്രോംപ്ടൺ ഒപ്റ്റിമസിൽ അതുണ്ടാകില്ല. കാരണം നിങ്ങളത് ടാപ്പിലോട്ട് കണക്ട് ചെയ്താൽ ടാപ്പ് ഓൺ ആണെങ്കിൽ കൂളറിലെ വെള്ളം കുറയുമ്പോഴെല്ലാം അത് ഒപ്റ്റിമസിനുള്ളിൽ വെള്ളം നിറയ്ക്കും. അതിനാൽ കൂളറിലെ വെള്ളം തീർന്നു പോകുമെന്ന് രാത്രി മുഴുവൻ വിഷമിക്കേണ്ടതില്ല. ബജാജ് ഡ്യൂറാമൈനിൽ നിങ്ങൾക്കിത് ലഭ്യമല്ല. രണ്ടാമത്തെ ഫീച്ചേഴ്സാണ് ഓട്ടോ ഡ്രെയിൻ ടെക്നോളജി. കൂളറിലെ വെള്ളം മലിനമായാൽ മാറ്റണം. അതിന് നിങ്ങൾക്ക് വെറും ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ മതിയാകും. വെള്ളം താനെ തന്നെ ഡ്രെയിൻ ചെയ്യും. അതിനാൽ ഇത് ശരിക്കും യൂസ്ഫുൾ ആയ ഒരു ഫീച്ചറാണ്. ഈ 2 ഫീച്ചേഴ്സ് ലഭ്യമല്ലാത്തതിനാൽ ബജാജ് ഡ്യൂറാമൈൻ മോശം കൂളർ ആണോ? ഒരിക്കലുമല്ല. അതിന്റെ മോട്ടോർ 200 വാട്ട് ആണ്. പക്ഷെ അതിന്റെ എയർ ത്രോ വളരെ ശക്തമാണ്. കൂളറുകൾ രണ്ടും മികച്ചതാണ്. പക്ഷേ ഈ കൂളറുകൾ സത്യത്തിൽ പ്രവർത്തിപ്പിക്കാൻ പോകുന്നത് എപ്പോഴാണ്? പലരും പറയും ഞാൻ ഈ കൂളർ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ റൂമിൽ തണുപ്പൊന്നും കിട്ടുന്നില്ലെന്ന്. എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ കൂളറിന്റെ തണുപ്പിൽ പുതച്ചുമൂടി ഉറങ്ങാറുണ്ട്. അത്ര തണുപ്പ് എങ്ങനെ കിട്ടുന്നു എന്നറിയാമോ? നിങ്ങൾക്ക് വേണ്ടത് ഒരു നല്ല വെന്റിലേഷൻ മാത്രമാണ്. നിങ്ങൾ ശരിയായി വെന്റിലേഷൻ ചെയ്തില്ലെങ്കിൽ ഏത് ബ്രാൻഡിന്റെ കൂളറായാലും തണുപ്പുണ്ടാകില്ല. അതുപോലെ നല്ല ബിൽഡ് ക്വാളിറ്റിയും വേണം. 100 ലിറ്റർ വെള്ളം കൂളറിനകത്ത് പോയാലും കൂളർ തകരരുത്, പൊട്ടിപ്പോകരുത്. വർഷങ്ങൾക്ക് ശേഷവും അവ നന്നായി വർക്ക് ചെയ്യണം. കാരണം 12,000-13,000 രൂപയ്ക്ക് എല്ലാ വർഷവും പുതിയ കൂളർ വാങ്ങാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ബിൽഡ് ക്വാളിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ബിൽഡ് ക്വാളിറ്റിയിൽ ബജാജും ക്രോംപ്ടണും ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. വെള്ളം നിറച്ച ശേഷവും കൂളറിന്റെ സ്റ്റെബിലിറ്റി മികച്ചതായി തുടരുന്നതിനായി 5 കാസ്റ്റർ വീൽസുമുണ്ട്. പക്ഷെ ക്രോംപ്ടൺ ഒരു ലെവൽ മുകളിലാണ്. കാരണം ലോക്കബിൾ വീൽസ് ആണ് നൽകിയിരിക്കുന്നത്. വെള്ളം നിറച്ച ശേഷം വീൽസ് ലോക്ക് ചെയ്യാവുന്നതാണ്. ഇത് ബജാജിൽ ഇല്ലെങ്കിലും പ്രായോഗികമായി ചിന്തിച്ചാൽ 100 ലിറ്റർ വെള്ളം നിറച്ച ശേഷം കൂളറിനെ നീക്കാനാകില്ല. അത്രയ്ക്ക് വെയിറ്റ് ഉള്ളതിനാൽ അത് നീങ്ങില്ല. അതിനാൽ ലോക്ക് ഫീച്ചറിൽ വലിയ കാര്യമില്ല. പക്ഷെ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഓവറാൾ 2 കൂളറുകളുടെയും ബിൽഡ് ക്വാളിറ്റി വളരെ മികച്ചതാണ്. ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. 2 കൂളറുകൾക്കും ഏകദേശം 17 കിലോ വെയിറ്റ് ഉണ്ട്. രണ്ടിന്റെയും എയർ ത്രോ വളരെ മികച്ചതാണ്. റൂം വലിയതായാലും 300 സ്ക്വയർ ഫീറ്റ് വരെയുള്ള റൂമുകൾക്ക് പോലും ഒരു കോണിൽ വെച്ചാൽ മറ്റേ കോണിൽ വരെ തണുത്ത കാറ്റ് കിട്ടും. പക്ഷേ വെന്റിലേഷൻ നിർബന്ധമാണ്. ക്രോംപ്ടൺ ഒപ്റ്റിമസിൽ 2 എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനുള്ളിൽ ഒരു മസ്കിറ്റോ നെറ്റ് തന്നിട്ടുണ്ട്. ഇത് ഹണികോംബ് പാഡ്സിന്റെ മുന്നിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതിനാൽ കൊതുകുകൾ ഒരിക്കലും ഹണികോംബ് പാഡുകളിൽ കുടുങ്ങിപ്പോകില്ല. രണ്ടാമതായി അതിനുള്ളിൽ പൂർണ്ണമായും മടക്കാവുന്ന ഫ്രണ്ട് ലെയറുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂളർ ഓഫ് ചെയ്താലും കൊതുകുകൾക്ക് അകത്ത് പ്രവേശിക്കാനാകില്ല. ഇവ ബജാജിലില്ല. മൊത്തത്തിൽ 2 മികച്ച കൂളറുകളാണ്. കൂളിങ്ങിനായി നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുക്കുകയാണെങ്കിൽ തെറ്റല്ല. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയുന്ന 2 ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവയിൽ ബെറ്റർ ഏതാണെന്ന് നോക്കാം. ക്രോംപ്ടൺ ഒപ്റ്റിമസിൽ ഓട്ടോഫിൽ, ഓട്ടോ ഡ്രെയിൻ, മസ്കിറ്റോ നെറ്റ്, കൊളാപ്സിബിൾ ലൂവേഴ്സ്, ലോക്കബിൾ വീൽസ് തുടങ്ങി എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ബജാജ് ഡ്യൂറാമൈനിൽ സൂപ്പർ എയർ ത്രോയും സോളിഡ് ബിൽഡുമുണ്ട്. അതുപോലെ ഇത് വിലയേറിയതുമല്ല. അതിനാൽ നിങ്ങളുടെ പ്രാധാന്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കാം. ക്രോംപ്ടൺ കൂളറിനും ബജാജ് കൂളറിനും 1 ഇയർ കോംപ്രഹെൻസീവ് വാറന്റി ഉണ്ട്. പക്ഷേ ബജാജ് ഡ്യൂറാമൈൻ കൂളറിനുള്ള പമ്പിന് എക്സ്ട്രാ 2 ഇയർ വാറന്റി ഉണ്ട്. അങ്ങനെ ആകെ 3 ഇയർ വാറന്റി ഉണ്ട്. ബജാജ് കൂളറിന്റെ വില നിലവിൽ 12,000 ആണ്.
പക്ഷേ ക്രോംപ്ടൺ ഒപ്റ്റിമസ് നിലവിൽ 14,000 രൂപയാണ്. ഈ വിലകൾക്കിടയിൽ ഏകദേശം 2,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇത് വലിയൊരു വ്യത്യാസം തന്നെയാണ്. വില ഒരു ഘടകമാണെങ്കിൽ ധൈര്യമായി ബജാജ് കൂളർ വാങ്ങിക്കൊള്ളൂ. കൂളിംഗിൽ നോ കോംപ്രമൈസ് ആണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കൂളറുകളുടെ വില നിങ്ങൾ പരിശോധിക്കുന്ന സമയത്തുള്ള ഓഫറുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് ചിന്തിക്കുക. എന്നിട്ട് ഏത് കൂളർ വാങ്ങണമെന്ന് തീരുമാനിച്ച് ഡിസ്കഷൻ ബോക്സിനുള്ളിൽ പോകുക. രണ്ടിന്റെയും ലിങ്കുകൾ അവിടെ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള റിവ്യൂകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.